La 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 la. La 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 la. പരിശുദ്ധ അമ്മ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തു പറഞ്ഞാണ് അമ്മയെ സ്തുതിക്കേണ്ടത്? നമ്മൾ എത്ര പറഞ്ഞാലാണ്, എത്ര പുകഴ്ത്തിയാലാണ് മതി വരിക? ഈശോയുടെ സ്നേഹം പോലെ തന്നെ അളക്കാനാകാത്ത കടലാണ് പരിശുദ്ധ അമ്മ. കുരിശിലെ മഹത്വത്തിന് കാവലായ പുണ്യമാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ വിശുദ്ധി സ്വർഗത്തിന് പോലും ഒരു അലങ്കാരമാകേണ്ടതിന് മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ ഇതാ ദൈവം അമ്മയെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. അമ്മേ അമലേ അഭയം നീയേ. അമ്മേ അമലേ അഭയം നീയേ. കനിവിൻ നിറവേ അലിവേ ഗീടണേ. കനിവിൻ നിറവേ അലിവേ ഗീടണേ. അലയം മക്കളിൽ കൃപ തൂകണേ. നീർമിഴി തുടച്ചു നീ കരിവേഗണേ. അലയും മക്കളിൽ കൃപ തൂകണേ. നീർമിഴി തുടച്ചു നീ കരിവേഗണേ. സഹനം തിങ്ങും നിമിഷം നീ കരമേകി കാക്കണേ. സഹനം തിങ്ങും നിമിഷം നീ കരമേകി കാക്കണേ. അമ്മേ അമലേ അഭയം നീയേ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതലായ കുരിശിനെ പ്രണയിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. ദൈവത്തിന്റെ ഹിതം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലേറ്റിയപ്പോൾ മുതൽ കുരിശുകൾ ഒന്നിനു പുറകെ ഒന്നായി വഹിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മ. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ക്ലേശങ്ങളും സഹനങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് പരിശുദ്ധ അമ്മ വ്യത്യസ്തയാകുന്നത്. കുരിശിൻ്റെ വഴിയിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ ക്ലേശങ്ങളെല്ലാം ഈശോയെപ്പോലെ പരാതികൾ കൂടാതെ സഹിക്കുവാൻ സഹായിക്കണമേ. ആ പ്രാർത്ഥന പറയുമ്പോൾ ഒരു മാതൃകയായി, ഒരു ദീപസ്തംഭമായി നാം ഓർക്കേണ്ട വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. സ്വന്തം പുത്രൻ പീഡകളേറ്റ് കുരിശിൽ ജീവൻ വെടിഞ്ഞപ്പോഴും അമ്മ ഒരു പരാതിയും ഉന്നയിക്കുന്നതായി കാണുന്നില്ല. അതെ, തനിക്ക് വന്നു ചേർന്ന കുരിശുകളും സഹനങ്ങളും മേരി എന്ന പെൺകുട്ടി ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഒരു കൊച്ചു സ്തോത്രഗീതവുമായി ദൈവത്തെ വാഴ്ത്തി. തൻ്റെ സൃഷ്ടികളുടെ കൊച്ചു സ്പന്ദനങ്ങൾ പോലും അറിയുന്ന ദൈവം മേരി എന്ന പെൺകുട്ടിയുടെ കൊച്ചു സ്തോത്രഗീതത്തെ ഒരു വലിയ യാഥാർത്ഥ്യമാക്കി. സകല തലമുറകളും ആ പെൺകുട്ടിയുടെ നാമം ഇന്ന് വാഴ്ത്തുന്നു. സ്വർഗത്തിൻ്റെ റാണിയായും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് അമ്മയായും. We pronounce, declare, and define it to be a divinely relieved dogma that the Immaculate Mother of God, the Ever Virgin Mary, having completed the course of her earthly life, was assumed body and soul into heavenly glory. 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി അദ്ദേഹത്തിൻ്റെ മോർഫിസെൻറ്റിസിമസ് ദേവസ് എന്ന അപ്പോസ്റ്റലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. അതിലെ പ്രസക്ത വാചകങ്ങളാണ് ഈ പറഞ്ഞവ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാർഗദീപമായിരിക്കുന്ന സകല വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിൻ്റെ മണവാട്ടിയായ തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ സന്യസ്തരോടും പുരോഹിതരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ. ജപമണിയെന്നും പ്രാർത്ഥന പൂക്കളായി ജപമാല രാജ്ഞി കനിയൂ ദാസരേ. ജപമണിയെന്നും പ്രാർത്ഥന പൂക്കളായി ജപമാല രാജ്ഞി കനിയൂ ദാസരിൽ.
ഇടറും ഈ വഴിയിൽ നീ കരമേകി കാക്കണേ. അമ്മേ അമലേ